വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ തർക്കങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ഓഹരി കൈമാറ്റ ചർച്ചകൾ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചു എന്ന് വേണം കരുതാനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കത്തിനുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 2025 LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. അന്നു മുതലേ ഓഹരി കൈമാറ്റത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരില്ലേ എന്നും മുഖ്യമന്ത്രി മറുപടി കത്തിൽ ചോദിക്കുന്നു. ജൂൺ 5-ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്ത വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്നാണ്. 49% ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും വാർത്തയിലുണ്ട്. ജൂലൈ 1-ന് ദേശാഭിമാനിയിൽ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപമെന്ന് എഴുതിയതും ഇതിന്റെ തെളിവല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. LDF സർക്കാരും മുഖ്യമന്ത്രിയായിരുന്ന അങ്ങും CPM-ഉം അറിയാതെ ഇത്തരം ചർച്ചകൾ നടക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും നടപടികളോ ആശയവിനിമയമോ അദാനി കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറ്റ നടപടികൾ ആരംഭിച്ചത്. ഇക്കാര്യത്തിൽ അവരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 1-നാണ് ഇത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിന് കത്ത് നൽകിയത്. ഓഹരി കൈമാറ്റത്തിന്റെ ഭാഗമായി സെബിയെ സമീപിച്ച നടപടിയിലുള്ള അതൃപ്തിയും സർക്കാർ കമ്പനിയെ അറിയിച്ചു. ജൂലൈ 3-ന് കമ്പനി മറ്റൊരു കത്ത് സർക്കാരിന് നൽകി. ഇക്കാര്യം 8-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എംപവേർഡ് കമ്മിറ്റിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന താൽപര്യം മുൻനിർത്തി മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കൺസെഷനെയർ എഗ്രിമെന്റിലെ ക്ലോസ് 5.3 പ്രകാരമാണ് ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി നിഷ്കർഷിച്ചിരിക്കുന്നത്. പ്രസ്തുത കരാറിലെ ക്ലോസ് 5.8 പ്രകാരം കോമൺ യൂസർ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയും കുത്തകയാക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഓഹരി കൈമാറ്റത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെയും അനുമതികൾ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു. LDF സർക്കാർ കാലത്തെ നീക്കങ്ങൾ പിണറായി അറിയാതെ നടക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്നത്തെ നീക്കങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വിശദീകരിക്കണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു.